അമിതമായ ചൂട് തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടത്തിന് കാരണമാകാൻ സാധ്യതയില്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നാണ് പെസോ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുകയാണ് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. പെട്രോളിയം, സ്ഫോടക വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ലൈസൻസ് നൽകുകയും സുരക്ഷാ പരിശോധന നടത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയായ പെസയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. ചൂട് മൂലം പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് സംഘം വിലയിരുത്തി. ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടായതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തും. വിവിധ രാസവസ്തുക്കൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന തീപിടുത്തത്തിനും സാധ്യതയുണ്ട്. ഫോറൻസിക് പരിശോധനയിലൂടെ ഇത് കണ്ടെത്താനാകുമെന്ന് ഫോറൻസിക് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ പരിശോധനയിൽ ഏതെങ്കിലും നിരോധിതമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ, അതുപോലെ ലഭ്യമായ എന്തൊക്കെ സാമ്പിളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത്, ഏതൊക്കെ കെമിക്കൽസ് ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ലബോറട്ടറി പരിശോധന മുഖേന മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ട എല്ലാ സാമ്പിളുകളും നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. തൃശൂർ ADM മനോജിനാണ് മജിസ്റ്റീരിയൽ അന്വേഷണ ചുമതല. എങ്ങനെയാണ് അപകടമുണ്ടായത്, അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന തുടങ്ങിയ 6 കാര്യങ്ങളാണ് മജിസ്റ്റീരിയൽ അന്വേഷണ പരിധിയിൽ വരിക. സാജിദ് അജ്മൽ, മീഡിയ 1, തൃശൂർ.